സംസ്ഥാനത്ത് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. തലസ്ഥാനത്ത് DJ പാർട്ടികളിൽ ഗുണ്ടകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ DJ പാർട്ടികളിൽ പങ്കെടുപ്പിക്കരുത്. അങ്ങനെയുള്ളവർ പങ്കെടുത്താൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ ഗുണ്ടകൾ തമ്മിൽ കുടിപ്പക തീർക്കലൊക്കെ തലസ്ഥാനത്ത് ദിനംപ്രതി കാണുന്ന കാഴ്ചകളായി മാറിയൊരു സമയമുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജാഗ്രതയെന്നോണമാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു വിലക്ക്? പക്ഷേ നാടെങ്ങും പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും നാളെ മിക്കയിടത്തും വലിയ ആഘോഷങ്ങൾ കാണും. തിരുവനന്തപുരം സിറ്റിയിലും വിവിധ സ്ഥലങ്ങളിൽ പല ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ഏതാണ്ട് 1200 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നഗരത്തിലെ ആഘോഷ മേഖലകളിലെല്ലാം വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഹോട്ടലുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ DJ പാർട്ടികൾ നാളെ നടത്തും. അപ്പോൾ അതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ട്. അനുമതിയില്ലാതെ ഒരാളെയും അത് നടത്താൻ അനുവദിക്കില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അനുമതി ലഭിച്ചു കഴിഞ്ഞാലും ഈ DJ പാർട്ടികളിൽ ഗുണ്ടാ ലിസ്റ്റിലോ കാപ്പ കേസുകളിലോ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പങ്കെടുപ്പിക്കരുത് എന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. അതിനൊപ്പം തന്നെ ഈ DJ പാർട്ടികൾ നടത്താൻ വേണ്ടി ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ വിളിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഹോട്ടൽ ഉടമകൾക്കും അതല്ലെങ്കിൽ സ്ഥാപന ഉടമകൾക്കുമായിരിക്കും. അതിനൊപ്പം DJ പാർട്ടിയിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ പേരുവിവരങ്ങൾ എഴുതി സൂക്ഷിക്കണം, അവരെ പരിശോധിക്കണം, അവരുടെ പക്കൽ ആയുധങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ പങ്കെടുക്കാൻ വരുന്നവർക്ക് അവരുടെ പക്കൽ ആയുധങ്ങളില്ല എന്ന് ഉറപ്പാക്കണം. അതുപോലെ ലഹരി മരുന്നുകളുടെ വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റമൊന്നും അവിടെ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അടുത്തിടെ ചില DJ പാർട്ടികളിൽ ഗുണ്ടാ സംഘങ്ങൾ പങ്കെടുക്കുകയും അത് അലങ്കോലമാവുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പുതുവത്സര ആഘോഷത്തിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഗുണ്ടകളുടെ സംഘർഷമൊക്കെ ഉണ്ടായാൽ അത് പ്രശ്നമാകും, അത് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകും. അത് തടയിടാൻ കൂടിയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഇങ്ങനൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് DJ പാർട്ടികളിൽ ഗുണ്ടകൾക്ക് വിലക്ക്, ഗുണ്ടകളെ പങ്കെടുപ്പിക്കരുത് എന്ന് പോലീസിന്റെ നിർദ്ദേശം.